നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ഏപ്രിൽ മാസം മുതൽ ഒരു വർഷക്കാലം ഏതാണ്ട് 1 കോടിയിൽ പരം നാളുകാർ കോടീശ്വരന്മാരാകും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കേൾക്കുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 3 ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ, 3 ഗ്രഹങ്ങൾ രാശി മാറുന്നുണ്ട്. ഏതൊക്കെ ഗ്രഹങ്ങളാണ്? ശനി, വ്യാഴം, രാഹു എന്നീ 3 ഗ്രഹങ്ങൾ രാശി മാറുന്ന ഒരു സമയമാണ് ഇനിയിപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. ശനി ഏപ്രിൽ മാസം മുതൽ മീനൻ രാശിയിൽ വരുന്നു. വ്യാഴം മെയ് മാസം മുതൽ മിഥുനൻ രാശിയിൽ വരുന്നു. രാഹു കുംഭൻ രാശിയിലേക്ക് വരുന്നു. ഇങ്ങനെ 3 ഗ്രഹങ്ങളാണ് രാശി മാറുന്നത്. 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ 3 ഗ്രഹങ്ങൾ. കാരണം ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ അധിക കാലം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ 27 നക്ഷത്ര ജാതകരെയും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ നേട്ടത്തെയും പരാജയത്തെയൊക്കെ ഈ ഗ്രഹങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ ശനിയുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും രാഹുവിൻ്റെ മാറ്റവും കൊണ്ട് കോടീശ്വരന്മാരാകുന്ന കുറേ നാളുകാർ, അത് 1 കോടിയിൽ പരം ആൾക്കാരാണ് ഈ ഒരു വർഷക്കാലം കൊണ്ട് കോടീശ്വരന്മാരാകുന്നത്. അതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ 3 കോടി ജനങ്ങളാണെന്ന് പഴയ ഒരു കണക്കാണത്. 3 കോടി ജനമുണ്ടെന്നാണ് പഴയ കണക്ക്. അപ്പോൾ അതിനെ 27ആയിട്ട് ഭാഗിക്കുമ്പോൾ 27 നക്ഷത്രമുണ്ടല്ലോ. അപ്പോൾ ആ 27ആയിട്ട് ഭാഗിക്കുമ്പോൾ ഒരു നക്ഷത്രത്തിൽ ജനിച്ചവർ തന്നെ 11 ലക്ഷത്തിലധികമുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ കണക്കെടുത്താലോ, 140 കോടി ജനങ്ങളുണ്ട്. അതിനെ 27ആയിട്ട് ഭാഗിക്കുമ്പോൾ കോടികൾ അധികമായിട്ടുള്ള ഒരു സമൂഹമാണ് ഒരു നക്ഷത്രത്തിലുള്ളത്. ഇപ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ പേര് നമ്മൾ മലയാളികൾ അവിട്ടം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ ഭാഷ അനുസരിച്ച് ആ നക്ഷത്രത്തിൻ്റെ പേരിന് മാറ്റം വരുമെന്നല്ലാതെ നക്ഷത്രം ഒന്ന് തന്നെയാണ്. അവരും ജ്യോതിഷത്തെ പരിഗണിക്കുന്നവരാണ്, ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണ്. മലയാളികളെക്കാൾ ഏറ്റവും കൂടുതൽ വലിയ വലിയ വ്യവസായികൾ പോലും ജ്യോതിഷത്തെ ആശ്രയിച്ചാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല. വലിയ വിശ്വാസികളാണ്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടും രാഹുവിൻ്റെ മാറ്റം കൊണ്ടും ശനിയുടെ മാറ്റം കൊണ്ടും നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടം വരിക എന്നുള്ളത് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് 3-ലാണ് വ്യാഴം വരുന്നത്. 12-ൽ ശനി വരുന്നു. അതുപോലെ തന്നെ 11-ൽ രാഹു വരുന്നു. അപ്പോൾ ഈ ജാതകർക്ക് വ്യാഴവും ശനിയും അനുകൂലമല്ല, നേട്ടത്തെ കൊടുക്കത്തില്ല. പിന്നെ 11-ലെ രാഹുവാണ് ഇവർക്ക് നേട്ടത്തെ കൊടുക്കുന്നത്. അപ്പോൾ 11-ലെ രാഹു ഈ ജാതകർക്ക് നേട്ടത്തെ കൊടുക്കുമെന്ന് പറയാം. പക്ഷെങ്കിൽ അവർക്കത് ഒരു കോടീശ്വരനാകാനുള്ളൊരു യോഗം രാഹു കൊടുക്കത്തില്ല. ജീവിച്ചു പോകാം. ഇനി ഇടവക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ, 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് 2-ൽ വ്യാഴം, 11-ൽ ശനി, 10-ൽ രാഹു. തരക്കേടില്ലാത്ത ഒരു ഗ്രഹനിലയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ, 2 പാദം നാളുകാരായിട്ടുള്ളവർക്ക് ഈ ഒരു വർഷം കൊണ്ട് കോടീശ്വരന്മാരായി തീരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ വ്യാപാര മേഖലകളിൽ ഒക്കെ അവർക്ക് വലിയ നേട്ടങ്ങൾ, വ്യാപാര മേഖലയിലുള്ളവർക്കും വ്യവസായ മേഖലകളിലുള്ളവർക്കും ഒക്കെ വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. 11-ലെ ശനി അവർക്ക് ലാഭത്തെ വാരിക്കൊരു കൊടുക്കും. അതുപോലെ തന്നെ 11-ാം ഭാവാധിപനാണ് 2-ൽ നിൽക്കുന്നത് വ്യാഴം. ആ വ്യാഴവും കൊടുക്കും, രാഹുവും കൊടുക്കും. അപ്പോൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ, 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരൻ, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർക്ക് പ്രതീക്ഷിക്കാം. കാരണം 10-ാം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. ഈ വ്യാഴം ഈ 2025 മെയ് മാസം 14-ാം തീയതി വരെ 12-ലായിരുന്നു. അവർ ശരിക്കും അനുഭവിച്ചു.
ജോലിയില്ലാതെ ഭാരപ്പെട്ടവരുണ്ട്. സാമ്പത്തികം നല്ലതെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ചെലവഴിച്ച് അവരുടെ ധനമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ഈ ഒരു വർഷം കൊണ്ടൊരു നല്ല സമയമാണ് വരാൻ പോകുന്നത്. 9 രാഹു ദോഷം ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും കോടീശ്വരന്മാരാകും. സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം അധ്വാനം കൊണ്ട്. ശനീശ്വരനൊക്കെ അനുഗ്രഹിച്ചാൽ ഇവർക്കൊക്കെ വാരിക്കുറി കൊടുക്കും. അപ്പോൾ വ്യാഴവും ശനീശ്വരനും വാരിക്കുറി കൊടുത്താൽ രാഹു എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ പോലും അതിനെ അതിജീവിച്ചവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് 12-ലാണ് വ്യാഴം വരുന്നത്. നല്ല കാര്യങ്ങൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഈ ജാതകർ പണം ചെലവഴിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് 9-ലാണ്, ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം 9-ലാണ് ശനി നിൽക്കുന്നത്. ഭാഗ്യക്കേടുകളെ കൊടുക്കും. ഇവർക്ക് 8-ലെ രാഹു എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. അതെല്ലാവർക്കും ചെയ്യണമെന്നില്ല. രാഹു സാഹിത്യകാരന്മാർ കൊടുക്കും, ഡോക്ടർമാർ കൊടുക്കും, വ്യാപാരികൾ കൊടുക്കും. ഈ 3 വിഭാഗങ്ങളിലുള്ളവർക്ക് രാഹു വാരിക്കൊരു കൊടുക്കും. അവർ കോടീശ്വരന്മാരാകാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു ഉറപ്പല്ല, പ്രതീക്ഷിക്കാം, അനുമാനിക്കാം. കാരണം 12-ലെ വ്യാഴം ഈ കർക്കിടകക്കുറുകാർക്ക്, കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാർക്ക് കൊടുക്കുന്ന ഒരു പ്രചോദനം. അവരിപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നല്ല കാര്യമാണെന്ന് അവർക്ക് തോന്നും. അവർ പണം ചെലവഴിക്കും. പക്ഷെങ്കിൽ അത് നല്ല കാര്യമല്ലായിരിക്കും. അവരുടെ പണം നഷ്ടപ്പെട്ടു പോകും. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മിഥുനക്കുറുകാരോട് ചോദിച്ചാൽ മതി. മിഥുനക്കുറുകാർ ഈ ഒരു വർഷം അനുഭവിച്ചത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ജ്യോതിഷത്തിൻ്റെ ഒരു സത്യമാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് 11-ൽ വ്യാഴം, അഷ്ടമത്തിൽ ശനി, 7-ൽ രാഹു. ഒരു രക്ഷയുമില്ല കേട്ടോ. 7-ലെ രാഹു ഭാര്യയുമായിട്ട് പിണങ്ങി താമസിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി 11-ലെ വ്യാഴം ലാഭത്തെ കൊടുത്താലും അഷ്ടമത്തിലെ ശനി ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകാൻ സമ്മതിക്കത്തില്ല. ശനിയുടെ ശത്രു ക്ഷേത്രമാണ് ഈ ചിങ്ങൻ രാശി. അപ്പോൾ ചിങ്ങക്കുറുകാർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 10-ൽ വ്യാഴമുണ്ട്. 10-ൽ വ്യാഴമുണ്ട്, 7-ൽ ശനിയുണ്ട്, 6-ലെ രാഹുവുണ്ട്. 6-ലെ രാഹു ഈ ജാതകർക്ക് സമൃദ്ധിയെയും ശക്തിയെയും തേജസ്സും ഓജസ്സും ഒക്കെ കൊടുത്ത് അവരെ നിലനിർത്തിക്കൊണ്ട് പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ 7-ലെ ശനി ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അകന്നു കഴിയുവാൻ സാധ്യതയുണ്ട്. 10-ലെ വ്യാഴം ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ബുധനെ ശത്രുവായിട്ട് കാണുന്നു. അങ്ങനെ കന്നിക്കൂറിലുള്ളവർക്ക് വ്യാഴം വേണ്ടത്ര നേട്ടത്തെ കൊടുക്കണമെന്നില്ല. ഇനി വ്യാഴം കൊടുത്താലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ആ ധനമൊക്കെ ചിലവഴിഞ്ഞു പോകും. ഒരു നേട്ടം ഉണ്ടാകത്തില്ല, ഗ്രോത്ത് ഉണ്ടാകത്തില്ല. കോടീശ്വരന്മാരാകാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ അവരുടെ കയ്യിൽ വന്നു ചേരാം. പക്ഷെങ്കിൽ അത് ഭാര്യയുമായിട്ടുള്ള വിഷയമോ ഭർത്താവുമായിട്ടുള്ള വിഷയമോ അല്ലെങ്കിൽ വീട് വസ്തുവാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ കടബാധ്യതകളോ മുൻ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കാനായിട്ട് അങ്ങനെ പോകും. അവർക്കത് നേട്ടമായിട്ട് വന്നു ചേരണമെന്നില്ല. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 100% കോടീശ്വരന്മാരാകുന്ന ഒരു വർഷമാണ് 2025 ഏപ്രിൽ മുതൽ. അവിടെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴം. അതുപോലെ തന്നെ അവരുടെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനി, 5-ാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ത്രികോണഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ബലവാനാണ്. ആ വ്യാഴം ഇവർക്ക് നേട്ടത്തെ കൊടുക്കും. കാരണം ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് കേന്ദ്രാധിപത്യമില്ല. ഇപ്പം കന്നിക്കൂറുകാരെ സംബന്ധിച്ചാണെങ്കിൽ കേന്ദ്രാധിപത്യമുണ്ട്. കേന്ദ്രാധിപത്യം എന്ന് പറഞ്ഞാൽ കന്നിക്കൂറുകാരുടെ 4-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. അപ്പോൾ വേണ്ടത്ര ശക്തിയില്ല. എന്നാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവർക്കങ്ങനെ ഒരു പ്രശ്നമില്ല. അവർക്കങ്ങനെ കേന്ദ്രാധിപത്യമൊന്നും ഇല്ലാത്തൊരു വ്യാഴമാണ് അവരുടെ ത്രികോണഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർ കോടീശ്വരന്മാരാകും. അത് ഇന്ത്യയിൽ എവിടെ ജനിച്ചാലും അവർ കോടീശ്വരന്മാരാകും. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കലാന്യം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഒരു രക്ഷയുമില്ല കേട്ടോ. പ്രതീക്ഷയ്ക്കൊരു വകയുമില്ല. അഷ്ടമത്തിലേക്കാണ് വ്യാഴം പോകുന്നത്.
അഷ്ടമത്തിലേക്കാണ് വ്യാഴം പോകുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ അവർക്ക് 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. പുത്ര ദുഃഖം ഉണ്ടാക്കി കൊടുക്കും. ഇനി കുറേ ധനം വന്നു ചേർന്നാൽ പോലും പുത്രന്മാർ മുഖേന ആ ധനമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഒരു രക്ഷയുമില്ല. അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കൊക്കെ അത് അനുകൂലമായ സമയത്തെ കൊടുക്കുമെന്നുള്ളതല്ലാതെ ഈ രാഹുവിനെ കൊണ്ടോ ശനിയെ കൊണ്ടോ വ്യാഴത്തെ കൊണ്ടോ അവർക്ക് നേട്ടമില്ല. വൃശ്ചികക്കുറുകാർക്ക് നേട്ടമില്ല. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാം. ഇവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യം, ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഇവരുടെ സ്വന്തം അധ്വാനം കൊണ്ടൊന്നുമല്ല, കുടുംബവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ കൂടി ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതാണ് അവർക്കുള്ള നേട്ടം. അത് ഏറ്റവും കൂടുതലായിട്ട് പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം, പൂരാട നക്ഷത്രത്തിൻ്റെ ജനിച്ച ജാതകർ ഈ വ്യാഴദശാകാലത്തു കൂടിയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ നേട്ടം കിട്ടും. പൂരാടം നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യാഴദശാകാലത്ത് പ്രായം നോക്കുമ്പോൾ, ഇപ്പം പൂരാട നക്ഷത്ര ജാതകർ ജനിക്കുന്നത് ശുക്രദശയിലാണ്. ഒരു 10 വർഷം ശുക്രദശാകാലം ഉണ്ടെന്നിരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ 6, 16, ചന്ദ്രൻ 10, 26, ചൊവ്വ 7, 26, 7, 33, 33, 8, 41, 10, 51 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പൂരാട നക്ഷത്ര ജാതകർക്ക് പ്രതീക്ഷിക്കാം. അവർ കോടീശ്വരന്മാരാകാം. അവർക്ക് അതിൻ്റെ നേട്ടം കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് 3-ലെ ശനി, 2-ലെ രാഹു, 6-ലെ വ്യാഴം. അപ്പോൾ 3-ലെ ശനി വലിയ നേട്ടത്തെയൊന്നും ഈ ജാതകർക്ക് കൊടുക്കത്തില്ല. എങ്കിലും ദോഷമില്ലാതെ കടന്നു പോകാം. പക്ഷെങ്കിൽ ഇവർക്ക് കടബാധ്യതകൾ വർദ്ധിക്കുവാൻ സാഹചര്യമുണ്ട്. ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം 2-ൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട്, 2-ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ഈ രാഹു ധനത്തെ തടസ്സപ്പെടുത്തി കളയും. അപ്പോൾ 2-ലെ രാഹു ഇവർക്ക് ധനം വന്നു ചേരാതെ തടസ്സപ്പെടുത്തി പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അവർക്ക് മകരക്കുറുകാർക്ക് ഇപ്പോൾ തരക്കേടില്ലാത്ത സമയമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും തരക്കേടില്ലാത്ത സമയമാണ് ഈ വ്യാഴം മാറുന്നത് വരെ. കാരണം വ്യാഴം 5-ാം ഭാവത്തിൽ നിൽക്കുന്നു, ശനിയാണ് 2-ൽ നിൽക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ ശനി 2-ൽ നിന്നിട്ടും ദോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാർക്കും മകരക്കുറുകാർക്ക് നേട്ടം തന്നെയായിരുന്നു. ധനത്തിൻ്റെ ഒക്കെ നല്ല ഒരു വളർച്ച ഉണ്ടായിരുന്നു. ധനസ്ഥിതിയൊക്കെ മെച്ചമായിരുന്നു. പല കാര്യങ്ങളിൽ വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ വ്യാഴം 6-ലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ശനി 3-ലേക്ക് വരുന്നു, രാഹു 2-ൽ വരുന്നു. ധനഭാവത്തിൽ, കുടുംബഭാവത്തിൽ രാഹു 2-ലേക്ക് വരുന്നത് കൊണ്ട് നേട്ടം ഉണ്ടാകണമെന്നില്ല. മകരക്കുറുകാരെ സംബന്ധിച്ച് നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ധനത്തിൻ്റെ കാരകഗ്രഹം വ്യാഴമാണ്. ആ വ്യാഴം 6-ാം ഭാവത്തിലേക്ക് പോകുന്നത് കൊണ്ട് മകരക്കുറുകാരെ സംബന്ധിച്ച് നേട്ടമൊന്നും വന്നു ചേരാനില്ല. അതുപോലെ തന്നെ 3-ൽ നിൽക്കുന്ന ശനി ദൃഷ്ടി ചെയ്യുന്നത് ഭാഗ്യഭാവത്തിലേക്കാണ്. അപ്പം ഭാഗ്യം തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 12-ാം ഭാവത്തിലേക്ക് വരുന്നുണ്ട്. 12-ാം ഭാവത്തിനായ വ്യാഴം 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നത് കൊണ്ട് അവിടെ നഷ്ടസാധ്യതകൾ കൂടുതലായിട്ട് വന്നു ചേരുന്നു. എന്നാൽ ശനിയുടെ ദൃഷ്ടിയും ഈ 12-ാം ഭാവത്തിലേക്ക് വരുന്നു, തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായ അനുഭവമായിരിക്കും. ഒരു ഗ്രോത്ത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വകയില്ല. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വ്യാഴം 5-ാം ഭാവത്തിലേക്ക് പോകുന്നു. അവർക്കത് നേട്ടമാണ്. 2-ലെ ശനി അവർക്ക് ദോഷം ചെയ്യാതെ നിൽക്കും. കാരണം 2-ലെ ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി, വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി ദോഷം ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ
കുംഭക്കുറുകാർക്ക് പ്രതീക്ഷിക്കാം. അവരുടെ ജന്മത്തിൽ രാഹു വന്ന് നിൽക്കുമ്പോൾ രാഹു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ അതിനെ അതിജീവിച്ച് പോകുന്നവർ കുംഭക്കുറുകാർക്കൊക്കെ നേട്ടം. കുംഭക്കുറിൽപ്പെട്ട അവിട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി 3/4 നാളുകാർക്ക് രാഹു പ്രശ്നം സൃഷ്ടിക്കും. ഈ പ്രശ്നത്തെ നേരിട്ട് രാഹുവിൻ്റെ ദോഷത്തെ ഇല്ലാതാക്കി രാഹുകേതു ദോഷ നിവാരണ പൂജയൊക്കെ ചെയ്ത് വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ശനീശ്വരനെയൊക്കെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ കുംഭക്കുറുകാർക്ക് നേട്ടം വരും. ഇനി മീനക്കുറുകാണ്. മീനക്കുറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി പോകാൻ കഴിയുമെന്നുള്ളതല്ലാതെ കോടീശ്വരൻ ആകുവാൻ ഒന്നും അവർക്ക് പറഞ്ഞിട്ടില്ല. കാരണം 4-ലെ വ്യാഴമാണ് ഇവർക്ക് ഒരു ശക്തിയും പ്രചോദനവും ഒക്കെ നൽകുന്നത്. ധനസ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവത്തെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മാതൃസ്വത്ത്, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം കൊടുക്കുന്നത് 4-ൽ നിൽക്കുന്ന വ്യാഴമാണ്. ഇവരുടെ ജന്മത്തിൽ ശനി നിൽക്കുന്നു. ജന്മത്തിൽ നിൽക്കുന്ന ശനി ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യുകയില്ലെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് നേട്ടത്തെ കൊടുക്കുന്നു. 12-ലെ രാഹുവാണ് ഇവർക്ക് പ്രശ്നം. 12-ലെ രാഹു ഈ ജാതകരെ അന്യദേശത്തേക്ക് അയക്കും. ജോലിക്കായിട്ടൊക്കെ അന്യദേശത്തേക്ക് അയക്കും. വീട് വിട്ട് മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കൊടുക്കും. 12-ലെ രാഹു അതുപോലെ തന്നെ ഈ ജാതകരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും ഉണ്ടാക്കും. അപ്പോൾ ഈ രാഹു 12-ൽ നിൽക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ജന്മശനിയുടെ ദോഷം കാര്യമായിട്ട് വന്നില്ല എങ്കിൽ പോലും രാഹു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് വ്യാഴം ഇവർക്ക് വലിയ നേട്ടത്തെ കൊടുക്കത്തില്ല. കാരണം വ്യാഴത്തിന് കേന്ദ്രാധിപത്യം വരുന്നുണ്ട്. വ്യാഴം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനുമാണ്. അതുപോലെ തന്നെ ഇവരുടെ 10-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ കേന്ദ്രാധിപത്യമുള്ള വ്യാഴത്തിന് വലിയ ശക്തി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മീനക്കുറുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ കോടീശ്വരന്മാരായി തീരുവാനുള്ള യോഗം വന്നിരുന്ന നാളുകാർ മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർതം 3/4 നാളുകാർ. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർ. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക 3/4 രോഹിണി, മകരൻ 2 പാദം നാളുകാർ. പിന്നെ ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യങ്ങൾ. ധനുക്കൂറുകാർക്ക് 4-ൽ ശനിയുണ്ട്, കണ്ടകശനിയുണ്ട്. അപ്പോൾ കിട്ടിയാലും കണ്ടകശനി അതൊക്കെ തട്ടിക്കളയുവാൻ സാധ്യതയുണ്ട്. ശനി ദോഷം ചെയ്യാത്തവരാണെങ്കിൽ മാത്രം പൂരാട നക്ഷത്ര ജാതകർക്കും അല്ലെങ്കിൽ ഉത്രാടം 4, മൂലം എന്നീ നാളുകാർക്ക് ശനി ദോഷം ചെയ്തില്ല എങ്കിൽ, കണ്ടകശനിയുടെ ദോഷം അവർക്ക് വന്നില്ല എങ്കിൽ തരക്കേടില്ലാത്ത ഒരു യോഗമായിട്ട് കോടീശ്വര യോഗം അവർക്കും പ്രതീക്ഷിക്കാവുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.